ആന അവിടെ നിന്ന് അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഉന്തി കൊണ്ടതിന് ശേഷം ഇങ്ങനെ കൊമ്പ് കൊണ്ട് ഇവിടെ ഇടയാളം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയതാ, പിന്നെ ഇവിടുന്ന് തട്ടിപ്പോയതാണ്, തട്ടിക്കൊണ്ടുപോയതാണ്. ഇവിടുന്ന് പണി തീർന്നിരുന്നു. കണ്ടോ ചേട്ടൻ്റെ ചെരുപ്പ് ഇവിടെയുണ്ട്. ചെരുപ്പ് മാത്രമല്ല, നമുക്കിവിടെ ഒരു ചവിട്ടിയ പാടും നമുക്കിവിടെ കാണാം. നമുക്ക് കാണാം. പഞ്ചായത്തിൽ മാത്രം 100 ആന ഉണ്ട് കുറഞ്ഞത്. ഫോറസ്റ്റ് ഒന്നുമല്ല, എല്ലാം വന്നിട്ട് അടർന്ന പിന്നെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഞങ്ങൾക്ക് ഒരു വിശ്വാസമല്ല. ബുള്ളറ്റ് എന്ന് ആനന്റെ പേര്, അതുപോലെ ആനക്ക് ഒരു പേരിട്ടുണ്ട് ബുള്ളറ്റ്. എന്താ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത്ര ഒരു ക്രൂരമായിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളോട് ഇത് ചെയ്യുന്നത്. ഇവര് രാത്രിയിൽ എവിടെ താമസിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ മാന്യ ഇവിടുത്തെ റേഞ്ചർ എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിക്കോളുമെന്ന. ഈ നാരിക്ക് ഇതേ പറയാനുള്ളൂ. ഇവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോളാന്നുള്ള അവസ്ഥ ഞങ്ങൾക്കില്ലത്. ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് ഞങ്ങളുടെ ഒരു സങ്കടം കേൾക്കാൻ തയ്യാറല്ല. ജില്ലാ കളക്ടർ അത്ര വലിയ ആളാണെങ്കിൽ വരണ്ട. നമ്മുടെ ഈ പഞ്ചായത്തിന് 110-150 ആളെ ആന അടിച്ചിട്ടുണ്ട്. എത്ര വർഷം കൊണ്ട്? 10 വർഷത്തിനടിക്കില്ല. അതെ, 4-5 മാസമായിട്ട് വന്നിട്ട് ഏകദേശം 4 ആളെ ആന അടിച്ചിട്ടുണ്ട്. 4-5 മാസം കൊണ്ടല്ലേ? ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മാന് വരുന്നുണ്ട്, പുലി വരുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ടൊന്നും ഉപയോഗമില്ല. ഇപ്പോൾ ആന ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കൊല്ലാണ്. അതിൽ ഒരാനാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ബുള്ളറ്റ്. അതന്നെ ആ സാധനം. നമസ്കാരം, ഞാനിപ്പോൾ തമിഴ്നാട് ചേരമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചേരമ്പാടി എന്ന് പറയുന്നത് ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു 35 കിലോമീറ്റർ ഇപ്പുറം കിടക്കുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും മലയാളികളായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ കേരള വംശജരായിട്ടുള്ള പണ്ടൊക്കെ കുടിയേറി പാർത്ത ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇന്ന് വെളുപ്പിന് 2:30 ആയപ്പോൾ ഒരു മൊയ്തീൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ കാട്ടാന അതിക്രൂരമായി ചവിട്ടി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വന്യമൃഗം ശല്യം നേരിടുന്ന ഒരു പ്രദേശമാണ് ചേരമ്പാടി, പന്തല്ലൂർ, ഗൂഡല്ലൂർ പ്രദേശങ്ങളൊക്കെ. ഒരുപക്ഷെ നമ്മളിപ്പോൾ വയനാട്ടിൽ നിരന്തരമായിട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അതിന് സമാനമായി, അല്ലെങ്കിൽ അതിലും വളരെ ഭീകരമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ വർഷങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഗൂഡല്ലൂർ, പന്തല്ലൂർ, ചേരമ്പാടി പ്രദേശങ്ങളൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊന്നും ഒരു കാര്യമായിട്ടുള്ള അവകാശങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയുക, ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു എന്താ പറയുക ഒരു സംവിധാനമാണ് ഇവിടെയൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം അതുപോലെയാണ് ഇവിടെ ആൾക്കാർ മരിക്കുന്നത്. ഓരോ വർഷവും ഇങ്ങനെ മരണസംഖ്യ ഒത്തിരി അധികം വർദ്ധിച്ചു വരുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ചേരമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് പോകും. അവിടെ ചെന്ന് നമ്മൾ അവിടെ ഇന്നലെ നടന്ന കാര്യങ്ങൾ നേരിട്ട് നമ്മൾ ചോദിച്ചറിയും. ആ ഒരു ആളുടെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും കേട്ടോ. ആ ഒരാളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഈ ചേരമ്പാടി ടൗണിലൊക്കെ ഇന്ന് ഹർത്താലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വഴിതടയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നമുക്കിവിടെ കാണാം. ഇവിടെ സൈഡിലൊക്കെ കറുത്ത കൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഇത് ചേരമ്പാടി ടൗണിൽ നിന്ന് കുറച്ചും കൂടെ മുൻപോട്ട് വരുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണിത്. ഇവിടുന്ന് നേരെ താഴേക്കാണ് നമുക്ക് ഈ പറയുന്ന ആളുടെ വീട്ടിലേക്ക് പോകേണ്ടത്. എങ്ങനെയാണ്? എൻ്റെ പേര് ഹംസ. ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് ആന എന്ന് പറഞ്ഞാൽ ഏകദേശം വന്നിട്ട് നമ്മൾ ഈ പഞ്ചായത്തിന് 110-150 ആളെ ആന അടിച്ചിട്ടുണ്ട്. എത്ര വർഷം കൊണ്ട്? തുടർന്ന് ഒരു 10 വർഷത്തിനടിക്കില്ല. അതെ, ഏകദേശം വന്നിട്ടൊരു 4-5 മാസമായിട്ട് വന്നിട്ട് ഏകദേശം 4 ആളെ ആന അടിച്ചിട്ടുണ്ട്. 4-5 മാസം കൊണ്ടല്ലേ? ഇപ്പോൾ ഇവിടെ എന്താ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാ ഒരു സഹകരണം ഇല്ല? ഇപ്പോൾ മാക്സിമം വന്നിട്ട് ഇപ്പോൾ ഈ അടിച്ച ആന തന്നെ വന്നിട്ട് ഈ പടച്ചേരി എന്ന സ്ഥലത്ത് വന്നിട്ട് ആന വന്നിട്ട് ഒരു സ്ത്രീന്റെ വീട് ആക്രമിച്ചു. ഞങ്ങൾ ഫോറസ്റ്റിൽ പോയിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു, ഇതേപോലെ സ്ത്രീന്റെ ആക്രമിക്കുന്നുണ്ട്. ബുള്ളറ്റ് എന്ന് ആനന്റെ പേര്, അതുപോലെ ആനക്ക് ഒരു പേരിട്ടുണ്ട് ബുള്ളറ്റ്. ഈ ആന വന്നിട്ട് ഡേഞ്ചറാണ്, ആളടിക്കുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ഒരു 4 ദിവസം വന്നിട്ട് പ്രതിഷേധിച്ചതാണ്, ജനങ്ങൾ പ്രതിഷേധിച്ചതാണ്. പിന്നെ അപ്പോൾ ഇവിടുത്തെ റേഞ്ചർ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതൊന്നും വരില്ല, പ്രശ്നമൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് സമാധാനമാക്കിയാണ് ചെയ്യുന്നത്. മാക്സിമം വന്നിട്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് ഞങ്ങളുടെ ഒരു സങ്കടം കേൾക്കാൻ തയ്യാറല്ല. തുടർന്ന് വന്നിട്ട് മാക്സിമം വന്നിട്ട് ഞങ്ങളെ എന്താ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത്ര ഒരു ക്രൂരമായിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളോട് ഇത് ചെയ്യുന്നത്. ഇവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോളാന്നുള്ള അവസ്ഥ ഞങ്ങൾക്കില്ലത്. അപ്പോൾ ഈ വ്യക്തി പോലും വന്നിട്ട് എപ്പോഴും ഒരു പൊതുപ്രവർത്തനമായിട്ട് എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഒരു വീടിൻ്റെ പുറത്തുനിന്ന് ഒരു സൗണ്ട് കേട്ട് പുറത്തു വന്നതാണ്. ഏകദേശം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട് ഒരു 500 മീറ്ററും ഒരു 50 മീറ്റർ ആന ഓടിച്ചിട്ടാണ്
പുള്ളിനെ വന്നിട്ട് ആന ആക്രമിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു വിശ്വാസമല്ല. ഇവിടുത്തെ കലക്ടർ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ വന്നിട്ട് ഞങ്ങളെന്തെങ്കിലും പ്രതിഷേധം ചെയ്യുമ്പോൾ പിന്നെ പോലീസുകാർ വന്നിട്ട് ഞങ്ങളെ അതേ രീതിയിൽ വന്നിട്ട് അടിച്ചമർത്തുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് ഇവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിലെന്താ അവരെന്തെങ്കിലും പറഞ്ഞോ? അവരൊന്നുമില്ല. അവർ വന്നിട്ട് പിന്നെ ഈ കുംക്കിയാനെ കൊടുത്തിട്ട് ഈ ആന വരട്ടാന്ന് പിന്നെ ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അതിന്റെ ഇതെന്ന് പറയില്ല. ഇത് പറയുന്ന സ്ഥലമൊക്കെ നിങ്ങൾ ഈ സ്ഥലമൊന്നും ഫോറസ്റ്റ് ഒന്നും അല്ലല്ലോ? ഫോറസ്റ്റ് ഒന്നും അല്ല, എല്ലാം വന്നിട്ട് അടർന്ന പിന്നെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ആനേനെ ഇങ്ങനെ ഇറക്കി വിടുന്നത്? ആന നല്ല ഞാൻ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവിടെ കേരളമാണ്. ഇതേ വന്നിട്ട് ഒരു ആനക്ക് വന്നിട്ട് ഇവിടെ എല്ലാം ആനക്ക് വന്നിട്ട് കേരളത്തിൽ വരാൻ കുറച്ച് ദൂരമൊന്നുമില്ല. പക്ഷെ അവിടെ വന്നിട്ട് നിയന്ത്രണം കർശനമാണ്. ഞങ്ങൾക്ക് വന്നിട്ട് അതിന് മാക്സിമം വന്നിട്ട് ഈ ആനൻ്റെ ഭക്ഷണം കാട്ടിൽ കുറവാണ്. അതുകൊണ്ട് മാക്സിമം വന്നിട്ട് വാഴ പാക്കിയുള്ള സ്ഥലത്ത് വന്നിട്ട് ഫോറസ്റ്റ് തന്നെ കൊടുന്ന് വിടുകയാണ് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇങ്ങോട്ടല്ലേ? അതെ, മാക്സിമം വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം ഈ ഒരു പഞ്ചായത്തിൽ മാത്രം 100 ആന ഉണ്ട് കുറഞ്ഞത്. 100 ആന? ആ. ഇത് എന്തേലും സ്ഥലമുണ്ട്, ഏരിയ ഉണ്ട്? ഏകദേശം വന്നിട്ടൊരു 1000-1500 ഹെക്ടർ ഉണ്ട്. ആണല്ലേ? അപ്പം നിങ്ങൾ ഇവിടെ ഒന്നുമില്ല. ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് 3 ആന ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് വന്നിട്ട് ആളെ ചവിട്ടി കൊന്ന ആന അവിടെ ഉറങ്ങുന്നുണ്ട്. കാപ്പിക്കാട് 3 കിലോമീറ്റർ മേലെ ഞാനിപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഈ ആന സംരക്ഷിക്കാൻ ഞാൻ ഇതുവരെ വന്നിട്ട് പുറത്ത് കൊണ്ടുപോകാൻ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറല്ല. കുഞ്ഞുവൈദ്യം മരിച്ചു, നാളെ ഞാനായിരിക്കും, മറ്റന്നാൾ മറ്റൊരാളായിരിക്കും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ സമരം. അത് ആരുടെയും ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ആവശ്യമാണ്. നന്ദി. കഴിഞ്ഞ രാത്രി 2 മണിക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുക എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ 3 പേര് ഈ പ്രശ്നങ്ങൾക്ക് തീരുമാനം കാണുന്നവരെ അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം വരെ ഈ സമയം മുതൽ ഞങ്ങൾ നിരാഹാരമിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കൂടെ മരിച്ച ഒരാളുടെ ബോഡി കൊണ്ടുവന്ന് വെച്ചിട്ടല്ല നമ്മളൊരു സമരം നടത്തേണ്ടത്. അദ്ദേഹത്തിന് മരിച്ചയാൾക്ക് അതിന് ആ രീതിയിലുള്ള റെസ്പെക്ട് കൊടുക്കണം. ജീവൻ പോകുന്നവരെ ഞങ്ങൾ ബോധം കെട്ട് വീഴുമ്പോൾ നിങ്ങൾ അടുത്ത ആളുകൾ ഇരിക്കണം. ഇതിവിടെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ജില്ലാ കളക്ടർ അത്ര വലിയ ആളാണെങ്കിൽ വരണ്ട. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കണം. പഴച്ചേരിയിൽ ഒരു ആനയടിച്ചു. ആന ഒരു വീടിന്റെ സൈഡടിച്ചു. ആ വീട്ടിലെ ഒരു സ്ത്രീയും അവരുടെ 11 വയസ്സുള്ള ഒരു കുട്ടിയും മാത്രമേ ഉള്ളൂ. ആനയെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ പോയപ്പോ കണ്ടത് 2 ഷീറ്റ്, ഇതിന്റെ ആസ്പെറ്റോ സീറ്റിന്റെ 2 സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങളൊരു 5000 രൂപ നഷ്ടപരിഹാരം കൊടുക്കും. അതിന്റെ ബാക്കി കമ്പികളൊക്കെ പൊട്ടിപ്പോയി. ഇതിനൊരു 5000 രൂപ മാത്രം ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ഈ സ്ത്രീയെ എന്ത് ചെയ്യും? ഇവര് രാത്രിയിൽ എവിടെ താമസിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ മാന്യ ഇവിടുത്തെ റേഞ്ചർ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിക്കൊള്ളുമെന്നാണ്. ഈ നാരിക്ക് ഇതേ പറയാനുള്ളൂ. അയാൾക്ക് ഇതേ പറയാനുള്ളൂ. ഇയാളൊക്കെ എന്ത് മനുഷ്യനാ? ഞങ്ങളോട് ഇവർ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ റോഡിലാകുകയില്ല, നിങ്ങളുടെ ജീവൻ പോവുകയില്ല എന്ന് പറഞ്ഞതാണ്. നിങ്ങളെല്ലാവരും സംരക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞതാണ്. ഇവർക്കൊന്നും കഴിയാത്ത യുവാക്ക് ഈ രീതിയിൽ വൃത്തികെട്ടവന്മാരെ നമ്മൾ ഒരു രീതിയിലും അംഗീകരിക്കില്ല. ജീവൻ പോയാലും തുടർ സമരത്തിലേക്ക് ഉണ്ടാവും. ഇപ്പൊ അവർ സംസാരിച്ച കാര്യങ്ങൾ കേട്ടല്ലോ. ആനയുടെ പേര് ബുള്ളറ്റ് എന്ന്. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ആനകൾക്ക് ഓരോ പേരിട്ട് വെച്ചിരിക്കുക. അതുപോലെ സ്ഥിരമായിട്ട് ഇറങ്ങി ഉപദ്രവിക്കുന്ന ഒരു ആനയായതുകൊണ്ടാണ് ഇങ്ങനെ പേരുകളൊക്കെ വരുന്നത്. നമ്മൾ മൂന്നാറിലൊക്കെ ഉണ്ടാണ് അരിക്കൊമ്പൻ പോലെയുള്ള ആനകളെയൊക്കെ എന്ന് പറയുന്ന പോലെ ഇവിടെ ആനയുടെ പേരാണ് ബുള്ളറ്റ്. ഏതായാലും ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ആനയാണ് ഈ ഇത്രത്തോളം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ ഒരാളുടെ ജീവൻ എടുത്തു. ഈ ആന തന്നെ നിരവധി ആൾക്കാരുടെ ജീവൻ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടയ്ക്ക് 3-4 പേരുടെ ജീവൻ ഇവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. 10 വർഷത്തിനിടയ്ക്ക് 110 പേരുടെ ജീവനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വലിയൊരു കണക്കാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന്. നമുക്ക് ഏതായാലും ആ ഒരു പ്രദേശത്തേക്ക് പോകാം. നമുക്ക് അവിടെ ചെന്നിട്ട് ആ വീട്ടിൽ നമുക്ക് നേരിട്ടൊന്ന് ചെന്നിട്ട് ആന ആക്രമിച്ച ആ ഒരു പ്രദേശമൊക്കെ നേരിട്ടൊന്ന് കാണാം കേട്ടോ. നമ്മളിപ്പോൾ ആ സംഭവം നടന്ന ആ പ്രദേശത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണുള്ളത്. നമുക്കിനിയിപ്പോൾ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ കുറച്ചും കൂടെ അടുത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എല്ലാം അദ്ദേഹത്തെ കാണാനായിട്ട് വന്ന ആളുകളാണ് ഈ പ്രദേശത്തൊക്കെ ഉള്ളത്. നിരവധി ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.
ഇത് മൊത്തം തേയിലത്തോട്ടം അല്ലേ? തേയിലയും കാപ്പിയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി കേട്ടോ. ഈ പോകുന്ന വഴിക്ക് തന്നെ കാണാം കേട്ടോ. ഇവിടെ ലൈറ്റിങ് ചെയ്യുന്ന ഒരു ഇവിടെ കവുങ്ങ്. ഈ വഴിക്കൊക്കെ ആന ഇന്നലെ രാത്രി ഇവിടെ ഫുൾ ടൈം നിന്ന് ആയിരുന്നു. നമുക്ക് കാണുമ്പോൾ അറിയാം. കവുങ്ങൊക്കെ ഇതാ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിലല്ല, എല്ലാ സൈഡിലും ഉണ്ട് കേട്ടോ. ആ സൈഡിലും ഈ സൈഡിലൊക്കെ എല്ലാ കവുങ്ങൊക്കെ നശിപ്പിച്ച് ഇട്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആ മരിച്ച ആളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്കിവിടെ കാണാം. ഈ ആന ഈ വഴിക്കൂടെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോയത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ മുഴുവൻ ആനച്ചൂരാട്ടോ. ആനയുടെ അതിരൂക്ഷമായ ഗന്ധമാണ് നമുക്കിവിടെ ഒക്കെ അടിക്കുന്നത്. ഈ പറമ്പിലോട്ടൊക്കെ നോക്കിയാൽ കാണാം. അതിലൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുന്നതാണ്. ഇവിടെ അടുത്ത കവുങ്ങ് ഈ പോകുന്ന വഴിക്ക് തന്നെ കളഞ്ഞൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ഇന്നലെ രാത്രിക്ക് അല്ലേ? ശരിക്കും എവിടെ നിന്ന് സംഭവം നടന്നായിരുന്നു? ഇനി മുമ്പോട്ടാ മച്ച ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ മാത്രം അകലെയാണ് ഈ സംഭവം നടന്നത്. നേരത്തെ അവർ പറഞ്ഞ പോലെ തന്നെ ആനയ്ക്ക് കാട്ടിൽ തീറ്റയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പറമ്പ് കാണുമ്പോൾ നമുക്കറിയാം ഇഷ്ടംപോലെ ആനയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിന്ന് തിന്നാൻ ഭാഗത്തിനുള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന ഇവിടെ കാണാം. ഈ കൊടിമരമൊക്കെ ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഇത് കാണാം. ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് മൊയ്തീൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ ആന കൊലപ്പെടുത്തിയത്. ഇവിടുന്ന് ആളുടെ ബോഡി ഇവിടെ ആയിട്ടാണ് കിടന്നു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് അറിയാനായിട്ട് സാധിച്ചത്. ഒരു പ്രദേശത്താണ് ഈ കൊടിമരം നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ആന ആ ഒരു മൊയ്തീൻ എന്ന് പറഞ്ഞ ആളെ പിടിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടിയൊക്കെ ഇങ്ങനെ താന്ന് കിടക്കുന്നതാണ്. ഇവിടെയൊക്കെ ആയിട്ടാണ് കിടന്നത്. നിങ്ങൾ കണ്ടല്ലേ? എൻ്റെ മാമനാണ്. ചേട്ടാ ഇന്ന് വെളുപ്പിന് എത്ര മണിയായിട്ടുള്ള സംഭവം? 2:30 മണിക്ക്. 2:30 മണിക്ക് അല്ലേ? ഇവിടെ വെച്ച സംഭവം? ഇവിടെ വെച്ചിട്ട് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ട് എറിഞ്ഞു. ഇങ്ങോട്ട് എറിഞ്ഞു. ഇങ്ങോട്ട് എറിഞ്ഞു? ഇവിടെ കടന്നു ഞാൻ വരുമ്പോൾ. ആണല്ലേ? നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ് വരും? ഇല്ല, ഇവിടുന്ന് 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ. ഫസ്റ്റ് ഞാനാ വന്നത്. ഫസ്റ്റ് നിങ്ങൾ വന്നേ? വന്നപ്പോൾ ഇവിടെ ആനയുണ്ടോ? ഇല്ല, ആന ഇതിൻ്റെ മുകളിലുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് പോയില്ല? ഈ വഴിക്ക് ഇങ്ങനെ മുകളിലേക്ക് പോയത് നമുക്ക് ഇവിടെ നടന്ന് കയറിപ്പോയ പാട് കാണാം. ഈ ഒരു പ്രദേശം ഇങ്ങനെ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇവിടെ വെറും ആനശല്യം തന്നെയാണല്ലേ? ആനശല്യം തന്നെയാണ് ഇവിടെ മൊത്തമല്ലേ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റിംഗ് കൂടി റേഞ്ചിലും ഫോറസ്റ്റുമാരൊക്കെ കണ്ട്. അപ്പോൾ അവർ നാട്ടാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതിന് പിന്നെ അവർ ആട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ നാളെ പിന്നെ കൊങ്കിയാനെ കൊടുത്തിട്ട് ആട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുന്നുമ്പോൾ തന്നെ നിൽക്കണ്ട ആന 2 എണ്ണം. അല്ലേ? ഇവിടെ വെച്ചിട്ടാണ് കാക്കാനെ പിടിച്ച്. ഇവിടെ നിന്ന് പിടിച്ചു. എന്നിട്ട് ഇവിടെ കടന്നു. ഇവിടെയാണ് വന്നപ്പോൾ കിടന്നിരുന്നതെന്നാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇതല്ലേ വീട്? നമുക്കിവിടെ ചേട്ടൻ്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. കണ്ടോ? ഇവിടെയൊക്കെ ചവിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ചവിട്ട് ഇവിടെ നിന്നാണ് ചവിട്ടുന്നത്. ഇവിടെ ചവിട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ ആനൻ്റെ കൊമ്പുണ്ടായിരുന്നു. കൊമ്പിൻ്റെ കുറ്റി അടാളുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ നടന്നിട്ട് മനുവാല
ആന അവിടെ നിന്ന് അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഉന്തി കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ കൊമ്പ് കൊണ്ട് ഇവിടെ ഇടയാള ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയതാണ്, പിന്നെ ഇവിടുന്ന് തട്ടിപ്പോയതാണ്, തട്ടിക്കൊണ്ടുപോയതാണ്. ഇവിടുന്ന് പണി തീർന്നിരുന്നു. ഇവിടെ വെച്ചിട്ട് ഇവിടെ മരിച്ചിരുന്നു. ഇവിടെ കല്ലൊക്കെ ഇതായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കൊമ്പിൻ്റെ പാടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് ചവിട്ടിയാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ട ആ ഒരു പ്രദേശത്ത് ഇതായിരുന്നു, ഈ ഇടയാളായിരുന്നു ആനൻ്റെ കൊമ്പ് കയറി. പിന്നെ ആൾക്കാർ നടന്നിട്ട് പിന്നെ ഇതിലിറങ്ങിയതല്ല, അവിടെ വന്നു. കണ്ടോ ചേട്ടൻ്റെ ചെരുപ്പ് ഇവിടെയുണ്ട്. ചെരുപ്പ് മാത്രമല്ല, നമുക്കിവിടെ ഒരു ചവിട്ടിയ പാടും നമുക്കിവിടെ കാണാം. കണ്ടോ ചവിട്ടിയ പാട് നമുക്ക് കാണാം. എന്നിട്ട് ഇവിടെ നിന്നാണ് പിന്നെ ചവിട്ടി അങ്ങോട്ട് കൊണ്ടുപോയത്. ചവിട്ടി കൊണ്ടുപോകുമായിരുന്നു ഇതാണ് ചേട്ടൻ്റെ വീടാണ് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് വേറെ അതിന് മുന്നേ നമുക്ക് ആന ഈ വീടിൻ്റെ മുറ്റത്ത് ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നു മുറ്റത്ത് വന്നല്ലേ? ഇവിടെ മുറ്റം, അതാണ് വീട്. വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടുണ്ട്. മുറ്റത്ത് വന്നിട്ട് ഈ ഒച്ച കേട്ടപ്പോൾ മുമ്പ് അവിടുന്ന് ഇറങ്ങിയിട്ട് ടെറസിന് മേലെ കയറി. ഇവിടുന്ന് മുമ്പസ്ഥ ഇറങ്ങി മുമ്പത്ത് ഇവിടെ ടെറസിന് മേലെ കയറി. അവിടുന്ന് ടോർച്ചടിച്ച് ഇതിനാട്ടി അങ്ങോട്ട് കാട്ടിയപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ആന ഉണ്ടായിരുന്നു, അതിനെ കണ്ടിട്ടില്ല. ഇതിനാട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയായിരുന്നു. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആന ബാക്കിലൂടെ വന്നിട്ട് അടിച്ചങ്ങനെ അവിടെ തള്ളിയിട്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ടും വീടുകളുണ്ടോ? വീടുകളുണ്ടല്ലോ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഞങ്ങളൊക്കെ വീടുകളാണ്. ഇതിൻ്റെ അമ്മാനാണ്, എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളെ. ഞങ്ങളൊക്കെ ഒരു കുടുംബത്തെ പോലെ താമസിക്കുന്ന വീടുകളാണ് അവിടുത്തെ പിള്ളേർക്ക്. അതായത് ആന ഇവിടെ ഈ മുറ്റത്ത് നിന്ന് ഈ വാഴ തിന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഉച്ചന് 2-2:30 ആയപ്പം പച്ച കേൾക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന് ടെറസിൽ കയറി ആനേനെ ലൈറ്റ് അടിച്ച് ആനേനെ ഈ പറയുന്ന നമ്മളിപ്പോൾ നടന്നു വന്ന ആ റോഡിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് തിരിച്ച് അദ്ദേഹം താഴേക്ക് ഇറങ്ങി അതിൻ്റെ പുറകെ പോയതാണ്. പക്ഷേ പുറകിലൊരാന നിന്നത് പുള്ളി കണ്ടില്ല. അതാണ് ഇന്നലെ രാത്രി സംഭവിച്ചത്. വളരെ ദാരുണമായ സംഭവം തന്നെയായിപ്പോയി. ചേട്ടാ എങ്ങനെയായിരുന്നു പ്രധാനമായിട്ട് പരിക്കെന്തൊക്കെയായിരുന്നു? പരിക്ക് ഷർട്ടിൻ്റെ ഇവിടെ ഒരു ചവിട്ട് കണ്ട്, ഷർട്ടിൻ്റെ ഇവിടെ ചവിട്ട് കണ്ടില്ല, അടയാളമുണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് മുറിവ് കാണുന്നുണ്ട്, ചെറുതായിട്ട് മുറിവ്. അത് സീരിയസ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് കണ്ട ആദൃശ്യമായിട്ട് കാണുമ്പോൾ പേടിക്കുന്ന അങ്ങനത്തെ രംഗങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇല്ല, അപ്പോൾ ഒരു ഒറ്റ ചവിട്ടുണ്ടാവും. ഒരു ചവിട്ടേ ഉണ്ടായിരുന്നു. പിന്നെ കൊമ്പ് കൊണ്ട് കുത്തിയിരിക്കുകയാണ്. അത് കൊണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിലത്ത് കൊമ്പ് കയറിയ ഇടയാളുണ്ട്. രണ്ടും കൊമ്പനാനയായിരുന്നു? അല്ല, ഒരു കൊമ്പനേ ഉള്ളൂ. ആദ്യത്തെ പെണ്ണാണ്, ഒരു പെണ്ണാണ്. അത് സ്ഥിരം വരുന്ന പാർട്ടികളാണ്. ഗൂളിലൂടെ നമ്മൾ നീലഗിരിയിൽ അങ്ങോട്ടല്ല, ഗൂളിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് സവാരി ചെയ്യുന്ന ആനകൾ തന്നെയാണ്. അത് കുറേ ആൾക്കാരെ ഇവിടെ ഗോസ്നയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് രാമു എന്ന് പറയുന്ന ഒരാൾ എടുത്തെറിഞ്ഞിട്ടുണ്ട് ആന. ഇതേ ആനയാണോ എന്ന് നമുക്ക് പറയാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇതന്നെ ആയിരിക്കും, കാരണം ഇത് കുറേ സ്ഥലത്ത് ഇന്നലെ സഞ്ചരിച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ വരവാണ് ഇവിടെ. എന്നതിൻ്റെ ശേഷമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ആന ഒരു ഉപദ്രവമില്ല ആനയാണ്, മറ്റുള്ള ആനകൾ പോലെ. ഇവിടെ വേറെ ആനകളൊക്കെ വരാറുണ്ട്, പക്ഷേ ഇത് കുറച്ച് ഉപരോധമില്ല ആനയാണ്. ഇതാണ് ചേട്ടൻ്റെ വീട്. ആ വീടിൻ്റെ ഒരു മുറ്റത്ത് കണ്ട കാഴ്ച നമ്മളിപ്പോൾ നമ്മൾ ഈ ഒരു പ്രദേശത്ത് മറ്റ് സ്ഥലങ്ങളിൽ ഇതേപോലത്തെ വേറെ സ്ഥലത്തും കുറേ കളഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഇവിടെ തന്നെ ഇപ്പോൾ ഞങ്ങൾ രാത്രിക്ക് വരുന്ന സമയത്ത് വിചാരിക്കണ്ട, എല്ലായിടത്തും ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ കേരളത്തിൽ നമ്മൾ വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ ഇതേപോലെ വന്യമൃഗ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ മൃഗങ്ങളിങ്ങനെ നാട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി വിടുന്നത്. നമ്മുടെ ഇതിനെ പരിപാലിക്കുന്ന
ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും ഒരു എന്താ പറയുക ആക്ഷനും ഇതിനെ എടുക്കാത്തതെന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് അവിടുത്തെയൊക്കെ കാര്യങ്ങൾ വളരെ നമ്മുടെ ഇവിടുത്തേനെക്കാട്ടുമൊക്കെ ഒത്തിരി ഭേദമാണെന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. കാരണം ഇവിടെ ഒന്നും അനങ്ങൂല. ഇവിടെ ആൾക്കാരെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അല്ലെങ്കിൽ മരിക്കുന്നവർ മരിച്ചോട്ടെ എന്നുള്ളൊരു പോളിസി കേട്ടോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ. ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പാലമൊക്കെയാണ്. ഇവിടുത്തെ ആൾക്കാർ അതുപോലെ ഇതായിട്ടാണ് കിടക്കുന്നത്. ഇത് എസ്റ്റേറ്റിൻ്റെ സ്ഥലമാണ്. ഇത് എസ്റ്റേറ്റ് ഇന്ന് ആദ്യമൊക്കെ വന്നിരുന്നാണ്. ആദ്യം വന്നിരുന്നപ്പോൾ ഈ തോട് കടന്നിട്ട് അങ്ങോട്ട് കിടക്കലില്ലായിരുന്നു. ഇവിടെ അങ്ങോട്ടൊക്കെ പട്ടയല്ലേ സ്ഥലക്കട. ആദ്യം വന്നാൽ ഇതിലൂടെ അവരവസാനിപ്പിക്കും. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ അതിലങ്ങനെ സഞ്ചരിക്കുന്നു. ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെ കാണിച്ചതില്ലേ, അതിൽ സഞ്ചരിക്കുകയാണ്. അതിൽ സഞ്ചരിച്ചപ്പോഴാണ് ഇപ്പോൾ ഈ അനർത്ഥങ്ങൾ ഉണ്ടായത്. ഇതിന് മുന്നൊരു ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ ഇതിലിറങ്ങിയിരുന്നു. 3 ആനകൾ ഇറങ്ങിയിരുന്നു. അതിൽ ഈ പാലച്ചെടി പലതൊക്കെ ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട്. അതിലങ്ങനെ ഇതൊക്കെ ഞങ്ങളൊക്കെ ഒരു കുടുംബക്കാർ തന്നെയാണ്. എല്ലാവരും കുടുംബക്കാർ, ഒരു 10-15 പേര് വീടുകളുള്ള സ്ഥലം കേട്ടോ. ഈ വീടിൻ്റെ തൊട്ടപ്പുറയാണ് നമ്മളിപ്പോൾ കണ്ട ആ വീടുള്ളത്. വലിയ ശല്യം തന്നെയല്ലേ? വലിയ ശല്യം തന്നെയാണ്. ഇങ്ങനെ ജീവൻ പോകുക പറഞ്ഞാൽ ഭയങ്കര ശല്യം തന്നെയല്ലേ. കാരണം ഞങ്ങൾ വിചാരിച്ച് നമ്മളെന്തെങ്കിലും അവരെ ചെയ്തെങ്കിലേ ഉള്ളൂ അവർ നമ്മളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നേരെ തിരിച്ചാൽ പറഞ്ഞാൽ ഇപ്പം നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ആളെ കണ്ട കഴിഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞാൽ അവർ ചെയ്യും. പക്ഷെ ആദ്യമൊന്നും അങ്ങനെയല്ല. നമുക്ക് നല്ല വിശ്വാസം ഈ മൃഗങ്ങളെ കൊണ്ട് നമ്മളെന്തെങ്കിലും ഉപദ്രവിച്ചാലേ തിരിച്ച് ഉപദ്രവിക്കുള്ളൂ എന്നൊരു വിശ്വാസം ഉണ്ട് എനിക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മാന് വരുന്നുണ്ട്, പുലി വരുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ടൊന്നും ഉപദ്രവമില്ല. ഇപ്പോൾ ആന ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കൊല്ലാണ്. അതിൽ ഒരാനാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ബുള്ളറ്റ്. അതന്നെ, ആ സാധനം തന്നെ. അതാണ് ഇപ്പോൾ ഈ നീലഗിരി ജില്ലയിൽ അല്ല, ഗൂളൂർ താലൂക്കിൽ, പന്തല്ലൂർ താലൂക്കിലും മൊത്തത്തിൽ കുറേ ആൾക്കാർ കൊന്നിട്ടുണ്ട്. പ്രശ്നക്കാരനായിട്ട്. അതിന് ലേറ്റോ അല്ലെങ്കിൽ ആളെ ഒന്നും ഭയമല്ല. ഇപ്പം നമ്മളിപ്പോൾ ഇക്കരം നിന്നിട്ട് അങ്ങോട്ട് ടോർച്ച് അടിക്കാന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇളകിയിട്ട് നമ്മളോട് ഇങ്ങനെ കാണിച്ചിട്ട് ദേശത്തിൽ വന്നിട്ട് ലൈറ്റ് ഇഷ്ടമല്ല. പക്ഷെ മറ്റാനകൾക്കൊന്നും അത്ര ഉപദ്രവമല്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതുപോലെ വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. ജനങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നൊരു ഉത്തരവില്ല. കഷ്ടപ്പെട്ട് തന്നെയാണ്. ചേട്ടനൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്? ഞങ്ങൾ ചെറുപ്പം മുതലേ ഇവിടെ തന്നെ, സ്ഥിരമായിട്ട് ഇവിടെ തന്നെ. പക്ഷെ ആദ്യമൊന്നും ഇത്രയില്ല. ഞങ്ങൾ രാത്രി 12 മണി 1 മണിക്കൊക്കെ ഇതിൽ വരവ്. പക്ഷെ അന്നൊന്നും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സുഖമായിട്ട് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് സഞ്ചരിക്കാം. പട്ടയ സ്ഥലം ഇതൊക്കെ ഫുൾ പട്ടയ. ഇതൊക്കെ ഞങ്ങൾ എത്ര വർഷമായിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഇത്രയും രൂക്ഷമാകാൻ തുടങ്ങി? ഇപ്പോൾ ഒരു 8-9 വർഷമായതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഘോരോധമായിരിക്കും ഉള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചേട്ടൻ്റെ ഒരു കണക്കൂട്ടൽ എന്തായിരിക്കും ശരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് എന്നാൽ നീലഗിരി ഡിസ്ട്രിക്ട് ബെൽറ്റ് ഏരിയ ആണ് എന്ന് പ്രഖ്യാപിച്ചു. അതെ. ഇപ്പോൾ ഇവിടെയുള്ള ആനകളെല്ലാം ഇപ്പോൾ ഇവിടെ ആക്രമിക്കുന്നു എന്നുള്ളതും പണ്ട് ഏതോ സ്ഥലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആനകളെ നീലഗിരി ജില്ലയിൽ ഇറക്കി വിടുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട്. അതാണ് ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ വളരാൻ കാരണം. അതായത് മൃഗങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട് പല. പിന്നെ ഇന്നിപ്പോൾ ഒരു തീരുമാനിച്ചു. എന്നും ഇങ്ങനെ തന്നെ ഇങ്ങനെ പോലെ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ഗവൺമെൻറ് പറയുന്നത് കുങ്കി അങ്ങനെ കൊടുത്തിട്ട് മറ്റാനകളെ തുരത്തും. അന്ന് തുരത്തും, പിറ്റേ ദിവസം ഇങ്ങോട്ട് തന്നെ വരും. ഇനിയിപ്പോൾ അത് വന്നിട്ടില്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിടും. അപ്പം നമ്മളെ കാണാതെ ഈ എസ്റ്റേറ്റിൽ എവിടെയെങ്കിലും ഇറക്കി വിട്ടാൽ മതിയല്ലോ, ഫോറസ്റ്റിൽ ഇറക്കി വിട്ടാൽ മതിയല്ലോ. അതാണ് പ്രശ്നം. ഇതുപോലത്തെ നമ്മുടെ അവിടുത്തെ ഒരു രീതി ഒന്നുമല്ല കേട്ടോ. ഇവിടെ ഇതുപോലത്തെ പരിപാടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം ബഫർ സോൺ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ എണ്ണം കൂട്ടി ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഇവിടുന്ന് ഇറക്കി വിടുക എന്നുള്ളൊരു പോളിസി പൊതുവേ ഇവർക്കുള്ളതായിട്ട് എനിക്ക് പല സ്ഥലത്തും ചെല്ലുമ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആകാനായിട്ടുള്ള സാധ്യത നല്ല രീതിയിലുണ്ട്. ഏതായാലും ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മളിവിടെ വരുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ്. ഒരാന, ബുള്ളറ്റ് എന്ന് ഇവർ പേരിട്ട് വിളിക്കുന്ന ഒരു ആനയാണ്. അത് സ്ഥിരമായിട്ട് ആളുകളെ കൊല്ലുന്നതുകൊണ്ടാണ് അതിനങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. ചിലപ്പോൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ആന ആയതുകൊണ്ടായിരിക്കാം അതിനങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഒരു ആളുടെ ജീവൻ കൂടെ പോയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നാൾ മുന്നേ പന്തല്ലൂർ ഒരാൾ ജീവൻ പോയ കാര്യം നമ്മൾ കണ്ടിരുന്നു. അതുപോലെ നമ്മുടെ കേരളത്തിലും ഒരു സ്ഥലത്ത് ഒരാളെ അടിച്ചിട്ടുണ്ട്. മസനോടി ഭാഗത്തുനിന്ന് ഗോസനേൽ, അത് നീലഗിരി തന്നെ, ഈ ചേരമ്പാടി തന്നെ. അയാൾക്ക് പിന്നെ വലിയ സീരിയസ് ഒന്നുമില്ല, അയാൾ രക്ഷപ്പെട്ടിരുന്നു. ഒരാളെയും കൂടെ ആന ഇതുപോലെ തട്ടിയിട്ടിട്ടുണ്ട്.
പക്ഷേ അയാൾ മരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരേ ദിവസം തന്നെ ഒന്നിൽ അധികം സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇതുപോലെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ആൾക്കാർ പോകുന്നത്. നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് വളരെ അധികം രൂക്ഷമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. വയനാട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കും എത്ര പ്രശ്നമാണെന്ന്. പക്ഷേ വയനാട് ഒരു 10 വർഷം കഴിയുമ്പോൾ എന്ത് അവസ്ഥയിൽ എത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഗൂഡല്ലൂർ, പന്തല്ലൂർ, ചേരമ്പാടി പ്രദേശത്തൊക്കെ വന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 10 വർഷം കഴിയുമ്പോൾ വയനാടിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലായിടത്തെയും കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ വനവൽക്കരണവും ഇതുപോലെ ബഫർ സോണും ഒക്കെ പ്രഖ്യാപിച്ച് ജനങ്ങളെ വല്ലാത്ത രീതിയിൽ കുടിവെക്കാനുള്ള ഒരു പദ്ധതി പോലെ ഒക്കെയാണ് നമുക്കിപ്പോൾ വരുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു മുൻഗണനയും കൊടുക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ എന്ത് ജോലിയാണ് കൂടുതലായിട്ട് എന്താ ഇവിടെ ഉള്ളവർ? ഇവിടെ ഇപ്പം നമ്മൾ ഈ ചുറ്റുവട്ടത്തിൽ അധികം ജോലിക്ക് പോകാറില്ല. സ്വന്തം സ്ഥലത്തിൽ സ്വന്തം കൃഷിയായിട്ടും പിന്നെ കച്ചവടങ്ങളായിട്ടും അങ്ങനെയൊക്കെയാണ്. പിന്നെ പുറത്ത് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ടൗൺ ഏരിയകളിൽ ഇങ്ങനെ കൂലിപ്പണികൾ, പിന്നെ എസ്റ്റേറ്റ് ആണ് അധികം ഉള്ളത്. വെന്റൂർത്ത് എസ്റ്റേറ്റ്, ഹാരിസൺ, അതിൽ ജോലിക്കാരാണ് അധികം ഇവിടെ ഉള്ളത്. പണ്ട് ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്, പക്ഷെ ഇപ്പം ജനങ്ങളെ കമ്മിയായിപ്പോയി. എല്ലാവരും പോയി വിറ്റ് പോവുകയാണ്. ചിലവരൊക്കെ മടുത്തിട്ട് പോവുകയാണ്. ചവിട്ടി ആ ഒരു പ്രദേശം കണ്ടു. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ അതാ നമുക്കിവിടെ കാണാം. അങ്ങനെ അതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നിന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് ആ കവുങ്ങും കാര്യങ്ങളൊക്കെ കളഞ്ഞതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇത്തരത്തിലാണ് ഇവിടുന്ന് ഇപ്പം ഈ ഒരു കുന്നിൻ്റെ അപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് ആന ഇപ്പം ഈ ഒരു സമയത്ത്, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ വൈകിട്ടൊരു 4 മണി കഴിഞ്ഞേ ഉള്ളൂ. ഈ ഒരു സമയത്തും ആന ആ ഒരു പ്രദേശത്തുണ്ട്. ഞാൻ അവിടെ പോയിരുന്നു. പക്ഷേ ഇച്ചിരി ഒരു ബുഷ് പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് വിഷ്വലൊന്നും കിട്ടിയില്ല. ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് കാട്ടാൻ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ഇതുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്ലിപ്പുകൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യാണ്. ഇതിനു മുന്നേ ഈ പ്രദേശത്തൊക്കെ ആന വന്നപ്പോൾ എടുത്ത വിഷ്വലുകളാണ്. അതൊക്കെ ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ ക്ലിപ്പുകളാണ്. മൊത്തം കവുങ്ങും ഈ ഒരു പ്രദേശത്ത് കളഞ്ഞിരിക്കുക കേട്ടോ. ഈ പോരുന്ന വഴിക്കുള്ള കവുങ്ങുകളൊക്കെ കളഞ്ഞാണ് ആന പോയിരിക്കുന്നത്. ഇവിടെ കാണാൻ ആന ഇവിടെ കുറേ സമയം നിന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് വന്നിട്ട് ഇതാ ഈ റോഡിൻ്റെ ഈ ഒരു പ്രദേശത്ത് ഇതിലെ ഇങ്ങനെ കയറി ഈ റോട്ടിൽ കൂടെ തന്നെയാണ് കേട്ടോ ആന പോയത്. പിന്നീട് ഒരു പക്ഷേ ഈ കാട്ടിക്കൂടെയൊക്കെ കയറിയിട്ടായിരിക്കും ആന പോയിട്ടുണ്ടാവുക. അതായത് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ആനശല്യം സ്ഥിരമാണ് കേട്ടോ. നമ്മളിപ്പോൾ ആ വീട്ടിലും ഒക്കെ പോയി ആ വീടും കണ്ടു, എല്ലാം കണ്ടു. നമ്മളിപ്പോൾ ഉള്ളത് ചേരമ്പാടി ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്കിവിടെ കാണാം ഇഷ്ടംപോലെ കടകളും മറ്റുമൊക്കെ ഉള്ളതാണ്. ചേരമ്പാടി ടൗൺ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടുമൊക്കെ ഒത്തിരി, ഇതിൻ്റെ ഒരു 5 ഇരട്ടി 6 ഇരട്ടി വലുപ്പമുള്ള വലിയ ടൗൺ തന്നെയാണ്. നമുക്ക് ഏതായാലും ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയയാണ്. നമ്മളിപ്പോൾ പോയ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇപ്പം ഈ കാണുന്ന റോഡിൽ നിന്ന് താഴേക്കുള്ള വഴിയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് അവിടെ ആയിട്ടായിരുന്നു നമ്മളിപ്പോൾ ആ വീട്ടിൽ നമ്മൾ പോയത് കേട്ടോ. അവിടെ അങ്ങ് ദൂരെ അങ്ങ് മലയുടെ മുകളിൽ വരെയൊക്കെ വീടുകളുള്ള, എല്ലായിടത്തും വീടുകളുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഒരിക്കലും ഇതൊരു ഫോറസ്റ്റ് ഒന്നും അല്ലാതാ. ഇവിടുന്ന് ഗൂഡല്ലൂരിൽ നിന്ന് 34 കിലോമീറ്ററാണുള്ളത്. ഞാൻ മറ്റൊരു ബോർഡ് കാണിക്കാനായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ ഒരു ബോർഡ് കാണാം. അതാ ഇത്രയും ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഇത്രയും വീടുകളും സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇതാ ഇതൊരു ബോർഡ് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ. ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത്. എലഫന്റ് ക്രോസിംഗ് സോൺ ഹെഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇത് ആനത്താരയാണ് പോലും, മനസ്സിലായോ? അത് ഇവർ ആനത്താര ആന വരുന്നുണ്ടാവാം, അത് അങ്ങനെ അവരങ്ങനെ അങ്ങ് ആക്കി. അതുകൊണ്ട് ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ
ആൾക്കാരുടെ ജനവാസ മേഖലയിലേക്കും കൃഷി സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ആന വളരെ കൂളായിട്ട് കടന്നു പോവുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ കണ്ട ബോർഡ് പോലെ തന്നെ ഇതുപോലത്തെ ബോർഡ് നമ്മൾ ഈ ഒരു വഴിക്ക് ഗൂഡല്ലൂർക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി അധികം കാണാം ഇതുപോലത്തെ ബോർഡുകൾ. അതായത് ജനങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ പോലും ആനത്താരയായിട്ട് ഇവരങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരങ്ങ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് മൂന്നാറിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ചിന്നക്കനാലിലൊക്കെ ഇതുപോലെ ജനവാസ മേഖലയിലൊക്കെ ആനത്താരയാണെന്നും അല്ലെങ്കിൽ ബഫർ സോണാന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ തന്നെ അതിൻ്റെയൊക്കെ എക്സ്ട്രീം വേർഷനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു പാവം പിടിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവൻ ബലി കൊടുത്തിരിക്കുകയാണ്. പറയാൻ പറ്റുന്നു, വല്ലാത്ത വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ, 2 മക്കളുണ്ട് അദ്ദേഹത്തിന്. 63 വയസ്സ് മാത്രമുള്ള ഈ നാട്ടിൽ എല്ലാവർക്കും ഉപകാരിയായിട്ടുള്ള ഒരു മനുഷ്യനും കൂടിയായിരുന്നു. ഇതുപോലെ ഓരോ ജീവൻ പോകുമ്പോഴും ഇതുപോലെ ഒത്തിരി ആൾക്കാരുടെ ആരൊക്കെയോ ആണ് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷത്തിനിടയ്ക്ക് 110 ആൾക്കാർ മരിച്ചു എന്ന് പറയുമ്പോൾ ഇത് എന്താ പറയാ, വലിയൊരു ദുരന്തം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചൂരമല ദുരന്തത്തിൽ മരിച്ചത് 500-600 പേരാണെങ്കിൽ ഇവിടെ 10 വർഷത്തിനിടയ്ക്ക് 110 പേര് ഇങ്ങനെ ആനയുടെ ചവിട്ട് കൊണ്ടും കുത്തുകൊണ്ടും മരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തോരം വലിയ കണക്കാണ്, എത്ര വലിയ മനുഷ്യത്വരഹിതമായ അല്ലെങ്കിൽ എന്താ പറയുക ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അതുപോലെയാണ്. കാരണം എനിക്കോ നിങ്ങൾക്കോ നമുക്കാർക്കെങ്കിലും നമ്മുടെ വീടുകളിലോ നമുക്കാർക്കെങ്കിലും നേരിട്ടോ ഇതുപോലത്തെ ഒരു അനുഭവം വരാതെ നമുക്കിതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകില്ല. ഇവിടെയുള്ള ജനങ്ങൾക്കും ഇവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആരോട് ചോദിച്ചാലും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ തരാൻ പറ്റും. കാരണം അവരിതിലെ പോകുമ്പോൾ രാവിലെയൊക്കെ സ്കൂളുകൾ വിട്ട് പിള്ളേരൊക്കെ 9 മണിക്ക് പോകുമ്പോൾ പോലും ആനേനെ രാവിലെ 9 മണിയാകുമ്പോൾ പോലും ആനേനെ കാണുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം ആനകൾക്ക് പേടിയില്ല. അതുപോലെ ആനകളെ ഫ്രീ ആയിട്ട് തുറന്ന് മേയാനായിട്ട് വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ ആന ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാലും ആനകളെ ഇങ്ങനെ ഇടയ്ക്കെങ്കിലും ഓടിക്കുന്നത് കൊണ്ട് 6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം 7 മണി കൂടുതലൊന്നും ആനകൾ ജനവാസ മേഖലയിലൊന്നും നിൽക്കാറില്ല. എന്തെങ്കിലും പെട്ടുപിഴച്ച് നിന്ന് പോയാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇത് സ്ഥിരമാണെന്നാണ് പറയുന്നത്. നമ്മൾ പകല് പോലും നട്ടുച്ചയ്ക്ക് പോലും ബൈക്ക് എടുത്ത് ഇതിലെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ആളുകളൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. ഏതായാലും ഒരാളുടെ ജീവൻ കൂടെ ഇവിടെ നഷ്ടമായിരിക്കുകയാണ്. ഇനി ഇങ്ങനെ എത്ര ആൾക്കാരുടെ ജീവൻ പോയാൽ ഇതിനൊരു തീരുമാനമാവുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിരുന്നു, നമ്മൾ ഗൂഡല്ലൂർ, പന്തല്ലൂർ, മസനഗുഡി, അതുപോലെ തന്നെ ദേവർശോല, ചേരമ്പാടി ഭാഗത്തുള്ള ആനപ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും മുന്നോട്ടുള്ള എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. ഏതായാലും നമ്മൾ ആ ചേട്ടൻ്റെ വീട്ടിലും പോയി അവരുടെ ആ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയും കണ്ടു. അതുപോലെ തന്നെ ആന ഇന്നലെ രാത്രി കാട്ടിക്കൂട്ടിയ ആ ഒരു പ്രദേശത്ത് നശിപ്പിച്ച കാര്യങ്ങൾ കണ്ടു. ആ ചേട്ടൻ്റെ ജീവൻ പോകാനിടയായ ആക്രമണത്തിനിടയായ ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ കണ്ടു. ആ ചേട്ടനെ കൊന്ന സ്ഥലം കണ്ടു. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് ഈഫ്രെയിം എൻ്റർടൈൻമെൻറ്റ്സ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇത് ജനാധിപത്യ രാജ്യമാണ്, മൃഗാധിപത്യ രാജ്യമല്ല. നമ്മൾ ജനങ്ങൾക്ക്, മനുഷ്യൻ്റെ ജീവന് കുറച്ചുകൂടി പരിഗണന കൊടുക്കേണ്ടിയിരിക്കുന്നു.